ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ്. അപ്പോൾ നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലാട്ടോ നിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? കോൺഷ്യസ്നെസ് എന്താണ്, ഓൾട്ടേർഡ് സ്റ്റേറ്റ്, അതേപോലെ ഓൾട്ടേർഡ് സ്റ്റേറ്റിൽ വരുന്ന 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിപ്നോസിസ് ഡിസ്കസ് ചെയ്തു, ഡ്രഗ് ഇൻഡ്യൂസ് സ്റ്റേറ്റ്, മെഡിറ്റേഷൻ, ഡ്രീംസ്, ഇത് 4ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് പോർഷനിലുള്ളത്, അതായത് സ്ലീപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം സ്ലീപ്പ് എന്താണ്? സ്റ്റേജസ് ഓഫ് സ്ലീപ്പിന് മുന്നേ നമ്മൾ സ്ലീപ്പ് എന്താണ്? ഉറക്കമാണല്ലേ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിയോളജിക്കലി അതേപോലെ സൈക്കോളജിക്കലി ഒക്കെ എന്തുണ്ടാവുകയാണ്, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി എന്തുണ്ടാവണം? പ്രോപ്പർ എമൗണ്ട് ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടണം അല്ലേ. ഇതിനകത്ത് എന്താണ് ഡെഫിനേഷൻ പറയുന്നത്? A process in which important physiological changes and slowing basic bodily functions are accompanied by major shift in consciousness. അപ്പം ഈ ഒരു ഡെഫിനേഷൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ കൂടി നിങ്ങൾ സ്ലീപ്പ്, സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഒക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. ഇനി സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് പറയുന്നതിന് മുന്നേ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇലക്ട്രോ എൻസെഫാലോഗ്രാം, EEG എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതായത് EEG എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇത് സ്ലീപ്പുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ EEG വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്ലീപ്പിലുണ്ടാകുന്ന ബ്രെയിൻ വേവ്സ് ഉണ്ടാവില്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിൻ വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ബ്രെയിൻ വേവ്സിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് EEG എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ടാവും. ഇലക്ട്രോഡ്സ് നമ്മളെ സ്കള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെയാണ്. ഇതന്നെ, അതായത് നമ്മൾ ബ്രെയിൻ വേവ്സ് ഒക്കെ മനസ്സിലാക്കി നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? EEG യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. അപ്പം ഇതെന്താണ്, സ്ലീപ്പിൻ്റെ സ്റ്റഡിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് EEG എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇനി വേറെ ഒന്നാണ് ഇലക്ട്രോ മയോഗ്രാം, EMG. ഇതെന്താണ്? മസിൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുക. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മസിൽസിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EMG യൂസ് ചെയ്യുന്നത്. അതും എന്താണ്? സ്ലീപ്പ് ഫേസസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്ലീപ്പ് ഫേസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോ മയോഗ്രാം ഹെൽപ്ഫുൾ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന ഓരോ സ്റ്റേജസിലും നമ്മുടെ മസിൽ ആക്ടിവിറ്റിയിലും കുറേ ഡിഫറൻസസ് വരുന്നുണ്ട്. ചിലതിൽ ഭയങ്കര കുറയുന്നുണ്ട്, റിലാക്സ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് സ്റ്റേജ് ഓഫ് സ്ലീപ്പിലാണ് ഒരാളുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോ മയോഗ്രാം യൂസ് ചെയ്യുന്നത്. പിന്നെ പറയേണ്ട ഒന്നാണ് ഇലക്ട്രോ ഒക്യുലോഗ്രാം. ഇതെന്താണ്? ഐയിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് EOG എന്നുള്ളത്. അപ്പം EEGയും EMGയും EOGയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് സ്ലീപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രീംസ് പറഞ്ഞ സമയത്ത് 2 ടൈപ്പ് ഓഫ് സ്ലീപ്സ് ആണ് ഉള്ളത്. ഒന്ന് നോൺ REM സ്ലീപ്പും പിന്നൊന്ന് REM സ്ലീപ്പും. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സ്ലീപ്പിനെ 2 ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോൺ REM സ്ലീപ്പ്, പിന്നെ ഒന്ന് REM സ്ലീപ്പ്. നോൺ REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വരുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്? 4 സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. അതേസമയത്ത് REM സ്ലീപ്പിൽ ഒറ്റ സ്റ്റേജേ ഉള്ളൂ. ദ ലാസ്റ്റ് സ്റ്റേജ് 5th സ്റ്റേജിലാണ് REM സ്ലീപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ലീപ്പിനെ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് നോൺ REM സ്ലീപ്പും REM സ്ലീപ്പും. നോൺ REM സ്ലീപ്പിൽ 4 സ്റ്റേജസും REM സ്ലീപ്പിൽ ലാസ്റ്റ് സ്റ്റേജ് 5th സ്റ്റേജുമാണ് ഉള്ളത്. അപ്രോക്സിമേറ്റ്ലി 75% to 80% ഓഫ് ദ സ്ലീപ്പും എവിടെയാണ് നടക്കുന്നത്? നോൺ REM സ്ലീപ്പിലാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ REM സ്ലീപ്പ് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഡ്രീംസ് ഒക്കെ കാണുന്നത് നമ്മൾ പറഞ്ഞ സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ആയിരുന്നു REM സ്ലീപ്പ്. ഇതാണ് 5th സ്റ്റേജ് ഓഫ് സ്ലീപ്പാണ് REM. ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതായത് ഐ മൂവ്മെൻറ്റ്, മസിൽ റിലാക്സേഷൻ, റെസ്പിറേഷനിൽ, ബ്രെയിൻ ആക്ടിവിറ്റീസിലൊക്കെ കുറേ ചേഞ്ചസ് നടക്കുന്ന ഒരു സ്റ്റേജാണ് REM സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് 1 ഡിസ്കസ് ചെയ്യാം. സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞു നോൺ REM സ്ലീപ്പിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതൊരു 10 to 12 മിനിറ്റ് വരെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ
ഉറക്കത്തിലേക്ക് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാൻസിഷനാണ് ഫ്രം വേക്ക്ഫുൾനെസ് ടു സ്ലീപ്പിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. 10 to 12 മിനിറ്റേ ഉള്ളൂ. ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ വേവ്സ് ആണ് തീറ്റ വേവ്സ്. ഈ ഒരു സമയത്ത് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ഒക്കെ സ്ലോ ആണ്, മസിൽ ടെൻഷൻ ഡിക്ലൈൻ ചെയ്യാണ്, ബോഡി ടെമ്പറേച്ചർ ഒക്കെ എന്താണ് മെല്ലെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്. അപ്പം ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം കേട്ടോ. തീറ്റ വേവ്സ് ആണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് ബ്രെയിൻ വേവ് ആണ് ഓരോ സ്റ്റേജിലുള്ള എന്നുള്ളതും. അതേപോലെ സ്റ്റേജ് 1 പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഹിപ്നിക് ജെർക്സ്. അതായത് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടത്തില്ലേ, അതാണ് ഹിപ്നിക് ജെർക്സ്. ഇതിന് പറയുന്ന പേരാണ് ഹിപ്നോജോജിക് ജേർക്കും സ്ലീപ്പ് സ്റ്റാർട്ട്സ് എന്നും പറയും. അതായത് പെട്ടെന്ന് ഉണ്ടാവും, നമ്മളിങ്ങനെ ഉറങ്ങി കൊടുക്കുന്നത് പെട്ടെന്ന് നമ്മളിങ്ങനെ ഇളകില്ലേ, ഞെട്ടിങ്ങനെ ഒന്ന് ഇളകില്ലേ, അതാണ് നമ്മൾ ഹിപ്നിക് ജേർക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ, സഡൻ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻസ് ആണ് എന്ത് പറയുന്നത്, ഹിപ്നിക് ജേർക്ക് എന്ന് പറയുന്നത്. അപ്പം സ്റ്റേജ് 1 എഴുതുന്ന സമയത്ത് ഈ തീറ്റ വേവ്സ് അതേപോലെ ഹിപ്നിക് ജേർക്സ് ഒക്കെ എന്തായാലും എഴുതണം. അടുത്താണ് സ്റ്റേജ് 2. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിലേക്കൊക്കെ പോകുന്നതിന് മുന്നിൽ ലൈറ്റ് സ്ലീപ്പൊക്കെ നടക്കുന്ന ഒരു സമയമാണ് സ്റ്റേജ് 2. ഇത് 10 to 25 മിനിറ്റ്സ് ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് സ്ലീപ്പിൻ്റെ ടൈം ആട്ടോ സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ഒക്കെ കുറയാണ്, മസിൽ ടെൻഷൻ, ബോഡി ടെമ്പറേച്ചേഴ്സ് ഒക്കെ കുറയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഐ മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് സ്ലീപ്പ് സ്പിൻഡൽസും കെ കോംപ്ലക്സും. ഇത് ആക്ച്വലി കെ കോംപ്ലക്സ് ഒരു ബ്രെയിൻ വേവ് പോലെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സ്റ്റേജ് 2 സ്ലീപ്പ് സ്പിൻഡൽസും കെ കോംപ്ലക്സും ഉണ്ട്. അപ്പം ഈ കെ കോംപ്ലക്സിൻ്റെ ഒക്കെ പ്രസൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു വ്യക്തി സ്റ്റേജ് 2 ഓഫ് സ്ലീപ്പ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രണ്ട് ടേംസും എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം എക്സാമിന് എഴുതുന്ന സമയത്ത്. പിന്നെയാണ് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. ഇതിൻ്റെ രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടി കാരണം ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് നമ്മൾ ഇതിനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് എന്തായിരുന്നു, ട്രാൻസിഷൻ ആയിരുന്നു അല്ലേ, വേക്ക്ഫുൾനെസ് ടു സ്ലീപ്പിലേക്ക് പോകുന്നൊരു ട്രാൻസിഷൻ ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്തായിരുന്നു, ലൈറ്റ് സ്ലീപ്പ് ആയിരുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജിൽ അവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തി. ഇവിടെ വരുന്ന ബ്രെയിൻ വേവ് ഏതാണ്, ഡെൽറ്റ വേവ്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ മെല്ലെ എന്താണ് കോൺഷ്യസ്നെസ് ഒക്കെ എന്താണ് പോയി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ്. അപ്പം EEG പാറ്റേണിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 എത്തിയൊരു വ്യക്തിയും അതേപോലെ കോമ സ്റ്റേജ് കിടക്കുമ്പം ഉണ്ടാകുന്ന EEG പാറ്റേൺ സിമിലർ ആണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 വ്യക്തിയുടെ EEG പാറ്റേണും അതേപോലെ കോമ സ്റ്റേജ് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ EEG പാറ്റേണും സിമിലർ ആയിരിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ലാസ്റ്റ് ചെയ്യുന്നെങ്കിലും 30 മിനിറ്റ്സ് എങ്കിലും ഇത് ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്താണ് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ഒക്കെ സ്ലോ ആണ്, ഐ മൂവ്മെൻറ്റ് ഇല്ല. ഐ മൂവ്മെൻറ്റ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേ സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് മസിൽസ് ഒക്കെ റിലാക്സ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് ഇത്. ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ടൈപ്പ് അല്ലേ, REM സ്ലീപ്പ്, സ്റ്റേജ് 5. ഇത് REM സ്ലീപ്പിന് പറയുന്ന വേറൊരു പേരാണ് പാരഡോക്സിക്കൽ സ്ലീപ്പ്. ഇതും നമ്മൾ പറഞ്ഞു, ഡ്രീംസ് ഒക്കെ നമ്മൾ കാണുന്നത് REM സ്ലീപ്പിലാണെന്നുള്ളത് പറഞ്ഞു. ബോഡി ഇങ്ങനെയാണ് പാരലൈസ് ചെയ്ത ഒരു ആയ പോലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുക. REM സ്ലീപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഉറങ്ങി തുടങ്ങിയൊരു 90 മിനിറ്റിനുള്ളിൽ നമ്മൾ REM സ്ലീപ്പിലേക്ക് എത്തും. ഇത് എങ്ങനെയുണ്ടാവും, ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും ഇത് ഉണ്ടാവും. നമ്മൾ ഈ ഒരു REM സ്ലീപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് വരുന്ന ബ്രെയിൻ വേവ്സ് ആണ് തീറ്റ ആൻഡ് ബീറ്റ വേവ്സ്. ഈ ഒരു സമയത്ത് ഐ മൂവ്മെൻറ്റ്സ് നടക്കും. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡ്രീംസ് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഐ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഐ മൂവ്മെൻറ്റ്സ് അപ്പം സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആയപ്പോഴത്തേക്കും ഐ മൂവ്മെൻറ്റ്സ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജ് ആയപ്പോഴത്തേക്കും എന്തായി, ഐ മൂവ്മെൻറ്റ്സ് വന്നു. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഡ്രീംസ് കണ്ടു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണല്ലേ അത്. REM സ്ലീപ്പാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് REM സ്ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന വേറൊരു പേര് പാരഡോക്സിക്കൽ സ്ലീപ്പാണെന്നുള്ള. ഡ്രീംസ് കാണും എന്നുള്ളത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പോയിൻ്റാണ്. 90 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എന്തെത്തും, REM സ്ലീപ്പിലോട്ട് എത്തും. ഓൾമോസ്റ്റ് ആൻ ഹാർ നമ്മൾ REM സ്ലീപ്പ് തന്നെ ആയിരിക്കും. തീറ്റ ആൻഡ് ബീറ്റ വേവ്സ് ആണ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ മൂവ്മെൻറ്റ്സ് നടക്കാനുള്ള കാരണം എന്താണ്, നമ്മൾ ഡ്രീംസ് കാണുന്നത് കൊണ്ടാണ്. ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് ഈ EEGയിൽ കിട്ടിയിട്ടുള്ള ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു EEG ഗ്രാഫ് ഉണ്ടാകുന്നത്. അപ്പം ഇത് വേക്ക് ആയിട്ടുള്ള സമയത്ത്, ഇത് ഡ്രോസ് ആയിട്ടുള്ള സമയത്ത്, ഇത് നമ്മൾ ഇന്ന് സ്റ്റേജ് 1 തീറ്റ വേവ്സ് കണ്ട്, ഇത് സ്ലീപ്പ് സ്പിൻഡിൽസ് ഉണ്ടായി. സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 സ്ലോ വേവിലേക്ക് പോയി. ഇവിടെയാണ് ഇതാണ് REM സ്ലീപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന EEG പാറ്റേൺ.
നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വേക്ക്ഫുൾനെസ്സിന് സ്ലീപ്പിലോട്ട് പോവാണ്. 10 to 12 മിനിറ്റ്സ് ആണ്. ടീറ്റ വേവ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. പിന്നെ ഹിപ്നിക് ജേർക്ക് എന്നുള്ളൊരു പോയിന്റ് എന്തായാലും പറയാം. പെട്ടെന്ന് സഡൻ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിപ്നിക് ജേർക്ക് എന്ന് പറയുന്നത്. സ്റ്റേജ് 2ലോട്ട് എത്തുമ്പോഴത്തേക്കും ലൈറ്റ് സ്ലീപ്പായി 10 to 25 മിനിറ്റ്സിലോട്ട് എത്തി. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി, ഐ മൂവ്മെൻറ്റ്സ് സ്റ്റോപ്പായി. സ്ലീപ്പ് സ്പിൻഡിൽസ് ആൻഡ് കെ കോംപ്ലക്സിൻ്റെ പ്രസൻസ് വന്നു. അത് കഴിഞ്ഞ് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 ടുഗെദർ ആണ് എന്ത് പറയുന്നത്, സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഡെൽറ്റ വേവ്സ് ആണ് കാണുന്നത്. ഇതിൽ EEG പാറ്റേണും കോമ സ്റ്റേജ് കിടക്കുന്ന ഒരു വ്യക്തിയുടെ EEG പാറ്റേണും സിമിലർ ആണ് എന്നുള്ളതും എന്തായാലും മെൻഷൻ ചെയ്യുക. 30 മിനിറ്റ്സ് ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും എന്ത് ചെയ്യുന്നില്ല, ഐ മൂവ്മെൻറ്റ്സ് ഇല്ല, ഹാർട്ട് ബീറ്റ് സ്ലോ ആണ്, ബ്രീത്തിങ് സ്ലോ ആണ്, മസിൽസ് റിലാക്സ്ഡ് ആണെന്നുള്ളത് എഴുതുക. പിന്നെ സ്റ്റേജ് 5 എന്ന് പറയുന്നതാണ് REM സ്ലീപ്പ്. അതിന് പറയുന്നത് വേറൊരു പേരാണ് പാരഡോക്സിക്കൽ ഡ്രീംസ് ഉണ്ടാകുന്നുണ്ട്. പാരലൈസ്ഡ് ആയ പോലെയാണ്. 90 മിനിറ്റ്സിലാണ് നമ്മൾ REM സ്ലീപ്പിലോട്ട് എത്തുന്നതും അതൊരു ഓൾമോസ്റ്റ് ആൻ അവർ ലാസ്റ്റ് ചെയ്യും. ടീറ്റ ആൻഡ് ബീറ്റ വേവ്സ് ആണ്. ഐ മൂവ്മെൻറ്റ്സ് നടക്കാനുള്ള കാരണം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഡ്രീംസ് കാണുന്നത്. പിന്നെ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലീപ്പാണ് REM സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി ഒന്ന് റിജുവനേറ്റ് ചെയ്യാൻ, ഒരു റിഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പോൾ ഞാൻ 6 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി റെഫർ ചെയ്തിട്ട് ഇനിയും പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് എക്സാമിൻ്റെ സമയത്ത് പ്രസൻറ്റ് ചെയ്യും. അപ്പം ഈവൻ ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പ് ചോദിച്ചാൽ പോലും സ്ലീപ്പ് എന്താ എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ട് വേണം ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വരുന്നത്? അതായത് നമുക്കൊന്നെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് അലറി എണീക്കുന്ന കുറേ അവസ്ഥകൾ, അല്ലെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് നടക്കുക, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഒക്കെയാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ വരുന്നത്. അതൊക്കെ നമ്മുടെ സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്ലീപ്പ് ഡിസോർഡേഴ്സ് പോലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ലീപ്പിനൊരു ഡെഫിനിഷൻ എന്തായാലും എഴുതി വച്ചിട്ട് പിന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം, അതിൻ്റെ ഇമ്പാക്ട്സ് പറയാം, അതിൻ്റെ കോസസ് പറയാം, അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് ആയിട്ട് വരിക? ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുകൊണ്ട് നമുക്ക് എന്ത് വരാം, സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരാം. അതേപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലുണ്ട്. അതായത് ഇപ്പോൾ ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഉള്ള ജോബാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ, മീൻസ് നമ്മൾ ലേറ്റ് നൈറ്റ് ഒരു 4 മണി, പുലർച്ചെ 3 മണി 4 മണിക്കൊക്കെ കടന്ന് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക, അങ്ങനെയൊക്കെയുള്ളതൊക്കെ എന്ത് ചെയ്യാം, സ്ലീപ്പ് ഡിസോർഡേഴ്സിലേക്ക് കാരണമാവുന്നുണ്ട്. അതേപോലെ ഈ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ എന്നുള്ള പോലത്തെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പിന്നെ നമ്മൾ ഡയറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഒരുപാട് കഫൈൻ അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒബേസിറ്റി, ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്കും സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഈ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് മാത്രമല്ല, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിലും സ്ലീപ്പിനെ ബാധിക്കും. പിന്നെ സർട്ടൻ മെഡിക്കേഷൻസ്, ചില മരുന്ന് കഴിക്കുന്നതും നമ്മളെ സ്ലീപ്പിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ വയസ്സ് കൂടി വരുമ്പോഴും അതൊക്കെ സ്ലീപ്പിനെ ബാധിച്ച് സ്ലീപ്പ് ഡിസോർഡേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, നാർക്കോലെപ്സി. നാർക്കോലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങിയിട്ടുള്ളൊരു അവസ്ഥയാണ് നാർക്കോലെപ്സി എന്ന് പറയുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി റുട്ടീനിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നാർക്കോലെപ്സി 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് നാർക്കോലെപ്സി ടൈപ്പ് 1 ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒന്നാണ് നാർക്കോലെപ്സി ടൈപ്പ് 2. ഫസ്റ്റ് നമുക്ക് നാർക്കോലെപ്സി ടൈപ്പ് 1 എന്താ നോക്കാം. നാർക്കോലെപ്സി ടൈപ്പ് 1 നമ്മൾ പറയാൻ കാരണം കാറ്റപ്ലെക്സി എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോക്രിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ ബോഡിയിലുള്ള കെമിക്കലിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. ഈ 2 കണ്ടീഷൻസും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം നാർക്കോലെപ്സി ടൈപ്പ് 1 ആണ്. കാറ്റപ്ലെക്സി എന്ന് പറഞ്ഞാൽ എന്താ, സഡൻ ലോസ് ഓഫ് മസിൽ ടോൺ. ഇങ്ങനൊരു പ്രശ്നം വരികയാണെങ്കിൽ എന്തുണ്ടാവും, കാറ്റപ്ലെക്സി എന്നാണ് ഈ ഒരു കണ്ടീഷനെ, ഈ ഒരു അവസ്ഥേനെ പറയുന്നതാണ് കാറ്റപ്ലെക്സി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഹൈപ്പോക്രിറ്റിൻ, നമ്മളെ ബോഡിയിൽ ഈ വേക്ക്ഫുൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹൈപ്പോക്രിറ്റിൻ. ഇതിൻ്റെ ലെവൽ കുറഞ്ഞാലും എന്തുണ്ടാവും, നാർക്കോലെപ്സി ടൈപ്പ് 1 ആയിട്ട് നമുക്ക്
പറയാൻ വേണ്ടി പറ്റും. നാർക്കോലെപ്സി ടൈപ്പ് 2 ആണെങ്കിൽ എന്താ, കാറ്റപ്ലെക്സി കാരണോ അല്ലെങ്കിൽ ഹൈപ്പോക്രിറ്റിൻ്റെ ലെവൽസ് കാരണോ അല്ലാതെ ഈ നാർക്കോലെപ്സി ഡ്രോസിനെസ് പകൽ സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കണ്ടീഷനാണ് നമ്മൾ നാർക്കോലെപ്സി ടൈപ്പ് 2 ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഇപ്പം കാറ്റപ്ലെക്സിൻ്റെ പ്രസൻസും ഹൈപ്പോക്രിറ്റിനും ഉണ്ടെങ്കിൽ നമ്മൾ നാർക്കോലെപ്സി ടൈപ്പ് 1 ആയിട്ടും ഇതിൻ്റെ രണ്ടിൻ്റെയും ആബ്സെൻസ് ഇത് രണ്ടുകൊണ്ടും അല്ല, കാറ്റപ്ലെക്സി ഇല്ല ഹൈപ്പോക്രിറ്റിൻ്റെ ലെവലും ലോ അല്ല എന്നാണെങ്കിൽ നമ്മൾ നാർക്കോലെപ്സി ടൈപ്പ് 2 ആണെന്ന് പറയും. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സസീവ് ഡേ ടൈം സ്ലീപ്പിംഗ് അല്ലെ, പകല് നല്ല ഉറക്കവും അതേപോലെ സഡൻ ലോസ് ഓഫ് മസിൽ ടോൺ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റപ്ലെക്സി എന്ന് പറയുന്നത്. സ്ലീപ്പ് പാരലിസിസ് അതെന്ത്, പിന്നെ ഹാലുസിനേഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിങ്ങനെ എഴുതിയും കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ഒരു ക്ലാസ്സിലിരുന്ന് എഴുതുക വിചാരിക്കുക, അയാൾക്ക് അറിയില്ല അയാൾ എന്താ എഴുതുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ എഴുതുന്നുണ്ട്, പക്ഷെ എന്താ എഴുതുന്നതെന്നൊന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വര വരയ്ക്കായിരിക്കും, അയാൾ അൺഅവെയർ ആയിരിക്കും അയാളുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ആക്ഷനിലൂടെ അയാൾക്ക് ഒട്ടും അവെയർ അല്ല അയാൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഈ ഓട്ടോമാറ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഈ 5 എൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോസിനസ് ഡ്യൂറിങ് ദ ഡേ ആണെന്നുള്ളതും 2 ടൈപ്പ് ഉണ്ട് എന്നുള്ളതും, കാറ്റപ്ലെക്സി ഹൈപ്പോക്രിറ്റിൻ എന്നുള്ള 2 കാര്യങ്ങളുണ്ടെങ്കിൽ നാർക്കോലെപ്സി ടൈപ്പ് 1 ആയിട്ടും അല്ലാന്ന് വെച്ചാൽ നാർക്കോലെപ്സി ടൈപ്പ് 2 ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് പറയാം. അതിൻ്റെ സിംറ്റംസും പറയാം. രണ്ടാമത്താണ് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വേറ്റ് ആയിട്ടുള്ള വേണ്ടത്ര ഉറക്കം കിട്ടാണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. അതിന് 3 പാറ്റേൺസ് ഉണ്ട്. 1 ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, 2 ബുദ്ധിമുട്ടില്ലാണ്ട് ഉറങ്ങാനുള്ള പ്രശ്നം, 3 രാവിലെ നേരത്തെ എണീക്കുക. രാവിലെ നേരത്തെ എണീക്കുക വെച്ചാൽ നമ്മളെല്ലാവരും എണീക്കും, പക്ഷെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് എന്നും കാരണങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്ക് കിട്ടാതെ രാവിലെ എണീക്കുന്നതും എന്താണ് ഇൻസോംനിയേൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഈ 3 പാറ്റേൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും ഉറക്കത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ രാവിലെ ഉറക്കമില്ലാണ്ട് എണീക്കുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഇൻസോംനിയേൻ്റെ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കിട്ടി എന്ന് തോന്നില്ല. അതേപോലെ ഭയങ്കര ടയേർഡായിട്ട് തോന്നും. ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും. അറ്റൻഷൻ കുറവായിരിക്കാം, കോൺസെൻട്രേഷനൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. പിന്നെ ഭയങ്കര കെയർലെസ് ആയിരിക്കും. ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആലോചിച്ചിട്ടുള്ള കുറേ പേടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. മൂന്നാമതാണ് സൊംനാബുലിസം. ഇതിനെ സ്ലീപ്പ് വാക്കിംഗ് എന്ന് പറയും. അത് നമുക്കറിയാമല്ലേ, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരവസ്ഥ. ഇത് ഉറങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ 3 മണിക്കൂറിന് ശേഷമാണ്, 3 മണിക്കൂറിന് ഉള്ളിലൊക്കെയാണ് ഇത് നടക്കുന്നത്, സ്ലീപ്പ് വാക്കിംഗ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് എന്താണ്, ഒരു 15 seconds to 30 minutes എങ്കിലും സ്ലീപ്പ് വാക്കിംഗ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ലീപ്പ് വാക്കിംഗ് ഡയഗ്നോസ് ചെയ്ത ഒരാൾക്ക് അറിയില്ല അയാൾ രാത്രി ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതിനൊന്നും പറ്റിയിട്ട് അയാൾക്ക് അറിയില്ല. ചില സമയത്ത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലേ, നമ്മൾ പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ ത്രെറ്റൻസ് കൂടി എന്തുണ്ടാവുന്നുണ്ട്, ഈ സൊംനാബുലിസം അല്ലെങ്കിൽ സ്ലീപ്പ് വാക്കിങ്ങിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥയാണ് സൊംനാബുലിസത്തിൽ വരുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്താണ് ഈ പറഞ്ഞത്, ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് വാക്ക് അറൗണ്ട്, ബെഡിൽ ഇങ്ങനെ കണ്ണ് തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. പക്ഷെ ഈ സ്ലീപ്പ് വാക്കിംഗ് ഉള്ള ആൾക്ക് എന്നാൽ ഒട്ടും അവെയർ അല്ല ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒട്ടും അവെയർ അല്ല. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ വേക്കപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ എപ്പോഴും എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ, പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കത്തിൽ എണീറ്റ് നടന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്താ, സ്ലീപ്പൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സ്ലീപ്പ് ടെറേഴ്സും സ്ലീപ്പ് വാക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ലാസ്റ്റ് വൺ ആണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അതായത് ഉറക്കത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, ശ്വാസം കിട്ടാത്ത ഒരു 10 സെക്കൻഡെങ്കിലും പെട്ടെന്ന് ഒരു ശ്വാസം കിട്ടാത്ത ഒരു കണ്ടീഷനിൽ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോവും. അതേപോലെ എന്താണ്, ഉറക്കം അവിടെ പോവും. അതായത് ശ്വാസം കിട്ടാണ്ട് നമ്മൾ എണീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തില്ല. അതാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഒരു 10 സെക്കൻഡെങ്കിലും എന്താണ്, ശ്വാസം കിട്ടാത്തൊരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി നിൽക്കും എന്നുള്ളതാണ്. ഇതിന് ലൗഡ് സ്നോറിങ്, അതായത് കൂർക്കം വലിക്കുക എന്നൊക്കെ പറയില്ല, അതും ഈ ഒരു സ്ലീപ്പ് അപ്നിയൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ സിംറ്റംസ് പറയുന്നതാണ്, ലൗഡ് സ്നോറിങ് ആണ്. അതേപോലെ ഇങ്ങനെ പെട്ടെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ ബ്രീത്ത് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുക, പിന്നെ ശ്വാസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മൗത്ത് ആയിരിക്കും,
രാവിലെ എണീക്കുന്ന സമയത്ത് തലവേദന ഉണ്ടാവും, പിന്നെ ഇൻസോംനിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഹൈപ്പോസോംനിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ അറ്റൻഷൻ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റൻഷനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ 4 ഡിസോർഡേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. നാർക്കോലെപ്സി എന്താന്ന് പറഞ്ഞു, പിന്നെ ഇൻസോംനിയ പറഞ്ഞു, അതിനുശേഷം സൊംനാബുലിസം ആൻഡ് ലാസ്റ്റ്ലി സ്ലീപ്പ് അപ്നിയ. ഈ 4 ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം മൊത്തത്തിൽ നമ്മൾ കോൺഷ്യസ്നെസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺഷ്യസ്നെസ് എന്താണെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്ന് പറഞ്ഞു, 4 ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് പറഞ്ഞു, ഹിപ്നോസിസ്, മെഡിറ്റേഷൻ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ്, പിന്നെ ഡ്രീംസ് എന്താണെന്ന് പറഞ്ഞു. ഫൈനലായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ലീപ്പ് എന്താണെന്ന് പറഞ്ഞു, സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് പറഞ്ഞു, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സും പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.